ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൻമുളകും പിന്നെ സവാളയും ഇട്ട് കൊടുത്തു. 3 മീഡിയം സവാളയാണ് ചേർത്തത്. ഒരു 2 പച്ചമുളകും കുറച്ച് കരിവേപ്പില, വഴറ്റാൻ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2-3 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ട് വഴറ്റി. ഇതേ സവാള ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതും കൂടെ വഴണ്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നവരെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഈ അരപ്പൊക്കെ മാറ്റിയിട്ട് നടുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ, അത് ഫസ്റ്റിൽ ഉള്ളിയുടെ കൂടെ തന്നെ ഇടേണ്ടതാണ്, മറന്നുപോയി ഫ്രണ്ട്സ്. ഇനി ഇതൊന്ന് പച്ച ചുവ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ചിക്കനുണ്ട്. ഇതിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച വെള്ളമാണേ, പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട ശേഷം മൂടി വയ്ക്കാം. തിള വന്നിട്ടാണേ മൂടി വയ്ക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് ഏകദേശം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇച്ചിരി ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയാണേ, കുറുകിയതല്ല. ഒന്നും കൂടെ ഒന്ന് സെറ്റാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത്രയേ ഉള്ളൂ.